നാൽപ്പതുകാരിയുടെ പ്രണയം ഭാഗം 95. കഴിഞ്ഞിട്ടില്ലടാ, ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. നിനക്കെന്ത് പറയാനുള്ള യോഗ്യതയുള്ളത്? ദിവ്യ ജയ്ക്ക് നേരെ വിരൽ ചൂണ്ടി ചോദിച്ചു. എടാ, എനിക്കറിയാം നീ എന്തിനാ ഇപ്പം ഇവിടെ വന്നതെന്ന്. നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്നും നീ ചിന്തിച്ചു കാണും. നീ വിചാരിക്കുന്നത് പോലെ ഇവളെ കെട്ടാൻ സാധിച്ചില്ലെങ്കിലോ? അല്ലേ? അപ്പം നിന്റെ പ്ലാനൊന്നും നടക്കില്ലല്ലോ. അപ്പോൾ അതിനൊരു എളുപ്പ വഴി, അച്ഛൻ തന്നെ ഇവളെ നിനക്ക് കെട്ടിച്ചു തരണം. ഇതല്ലേ നിന്റെ മനസ്സിലുണ്ടായിരുന്നത്? അവൾ നിന്റെ കൂടെ ഒന്ന് കിടന്നാ കിട്ടിയ പ്രശ്നം തീർന്നല്ലോ അല്ലേ? ചേ ദിവ്യ, എന്തൊക്കെയാ നീ പറയുന്നേ? കാവ്യ വീണ്ടും ചോദിച്ചു. ജയ് അതിനും മറുപടി പറഞ്ഞില്ല. എന്നാൽ പിന്നെ അവളെ വേറെ ഒരാൾക്ക് കെട്ടിച്ചു കൊടുക്കാൻ പറ്റില്ല, നിനക്ക് തന്നെ കെട്ടിച്ചു തരും. അപ്പോൾ നിന്റെ പ്ലാനങ്ങ് നടക്കും. നിനക്കറിയാം, പേരനിപ്പോൾ നിന്നെ ഒരു മകനായിട്ട് അച്ഛൻ സ്നേഹിച്ചുവെങ്കിലും ആ സ്ഥാനത്തിന് അത്ര ഉറപ്പൊന്നുമില്ലെന്ന്. എപ്പോൾ വേണമെങ്കിലും അത് തെറിച്ചു പോവാന്ന്. മരുമകനായ പിന്നെ കുശാലാണ് അല്ലേ? ജീവിതകാലം മുഴുവൻ ഭാര്യ വീട്ടിൽ ഭാര്യയുടെ സ്വത്തുക്കളും ആസ്വദിച്ച് അങ്ങ് ജീവിക്കാം. പിന്നെ ഇവളെപ്പോലൊരു പൊട്ടിപ്പെണ്ണിനാണ് കെട്ടുന്നതെങ്കിലോ നീ പറയുന്നതും അനുസരിച്ച് അവളങ്ങ് ജീവിച്ചോളൂ. ദിവ്യയുടെ വാക്കുകൾ വല്ലാണ്ട് മൂർച്ച കൂടി. ഒന്നും പറയാതെ നിൽക്കുന്ന ജയ്യെ കണ്ടതാണ് കാവ്യയെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയത്. ദിവ്യ പ്ലീസ്, നീ ഇങ്ങനെയൊന്നും പറയല്ലേ ദിവ്യ. ഞങ്ങൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യം ഞാൻ എൻ്റെ സ്വന്തം ഏട്ടനായിട്ടാണ് കണ്ടത്. ഏട്ടൻ എങ്ങനെ പെങ്ങളായിട്ട് തന്നെയാണ് കണ്ടത്. നീ വെറുതെ എന്തിനാ ദിവ്യ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഹോ, നീ ഇവനെ ഏട്ടനായിട്ട് കണ്ടു കാണും, പക്ഷെ ഇവൻ നിന്നെ പെങ്ങളായിട്ടാണ് കണ്ടതെന്ന് പറഞ്ഞ് എന്നെ വിശ്വസിപ്പിക്കല്ലേ. ഇവരെ പോലുള്ളവരുടെയൊക്കെ ചിന്താഗതി നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതെങ്ങനെയാ? നീ ഇപ്പോഴും ലോകം കാണാതെയാണല്ലോ ജീവിക്കുന്നത്. എടി, ഒരു കാര്യം മനസ്സിലാക്ക്, കാലം എങ്ങോട്ടാ പോകുന്നതെന്ന്. സ്വന്തം അച്ഛൻ മകളെ പീഡിപ്പിച്ചു എന്നുള്ള വാർത്ത കേട്ടിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോഴാ ഏതോ ഒരുത്തൻ, എവിടെ കിടന്നോ വന്നൊരുത്തൻ നിനക്ക് നിൻ്റെ സ്വന്തം ഏട്ടനായെന്ന്, അവൻ നിന്നെ പെങ്ങളെപ്പോലെയാണ് കാണുന്നതെന്ന്. എന്നിട്ട് വീട്ടിൽ ആരുമില്ലാത്ത സമയം നോക്കിയിട്ട് അവൻ വീട്ടിൽ വന്നു. എന്നിട്ട് ഈ ആങ്ങള പെങ്ങളെ ബന്ധമൊന്നും പറഞ്ഞേക്കല്ലേ. ദിവ്യ പ്ലീസ് ദിവ്യ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വിളിച്ചതുകൊണ്ടാണ് ഏട്ടൻ വന്നത്. ജയ് ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഒന്നും പ്രതികരിക്കാതെ നിൽക്കുന്നതായിരുന്നു കാവ്യയ്ക്ക് ഏറ്റവും സങ്കടമുണ്ടാക്കിയത്. കണ്ടോ, ഇവനിങ്ങനെ നിൽക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാവോ? ഇവന് മനസ്സിലായി പിടിക്കപ്പെട്ടു എന്ന്. ഇനി ഇവൻ്റെ പ്ലാനൊന്നും നടക്കില്ല. ആ സങ്കടം ഇവൻ്റെ മുഖത്ത്. ദിവ്യ ജയ്യെ നോക്കി പറഞ്ഞു. എടോ, എനിക്കൊന്നേ പറയാനുള്ളൂ. നിന്നെപ്പോലുള്ള ലോ ക്ലാസ്സുകാരുടെ ചിന്താഗതിയൊക്കെ എനിക്കറിയാം. നിന്നെപ്പോലുള്ള സാധാരണക്കാർക്ക് ഈ ഒരു ചിന്തയേ ഉള്ളൂ. എങ്ങനെയെങ്കിലും ഒരു പണക്കാരി പെണ്ണിനെ വളച്ച് അവളുടെ സമ്പത്ത് കൊണ്ട് ജീവിതകാലം മുഴുവൻ സുഖമായിട്ട് ജീവിക്കണം. അതിന് കൃത്യമായിട്ട് നീ ആദ്യം എൻ്റെ അച്ഛനെ കുപ്പിയിലാക്കി, എന്നിട്ട് ദേ ഇവളെയും. ഞങ്ങളുടെയൊക്കെ മുന്നിൽ നിൽക്കാൻ പോലും യോഗ്യതയില്ലാത്ത നിന്നെപ്പോലുള്ള സാധാരണക്കാരനൊക്കെ സ്വപ്നങ്ങൾ കാണുന്നത് ഞങ്ങളുടെയൊക്കെ വീട്ടിലുള്ള ജീവിതം. എടാ, കുറച്ചൊക്കെ നാണം വേണടാ. ദിവ്യയുടെ വാക്കുകൾ വീണ്ടും കടുപ്പത്തിലായി. എന്നിട്ടും ജയ് പ്രതികരിക്കാതെ തന്നെ നിന്നു. ഞാൻ നിന്നോട് ഒരു കാര്യമേ പറയുന്നുള്ളൂ, മേലിൽ ഇവളുടെ ജീവിതത്തിൽ നിന്നെ കണ്ടുപോകരുത്. അച്ഛൻ പറഞ്ഞുണ്ടാക്കിയ ഏട്ടൻ ബന്ധവുമായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ പടി കയറാമെന്ന് നീ മോഹിക്കരുത്. മനസ്സിലായോ നിനക്ക്? ജയ്യോടായി ദിവ്യ ചോദിച്ചു. മനസ്സിലായി. അങ്ങനെയൊരു മറുപടിയാണ് ജയ് നൽകിയത്. എന്നാൽ ശരി, ഞാൻ പോട്ടെ. അതിനവൻ കൂടുതലൊന്നും പറയാതെ അങ്ങനെയൊരു ചോദ്യം ചോദിച്ചു. കാവ്യ നിറ കണ്ണുകളോടെ നിൽക്കുകയായിരുന്നു. താൻ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇവൻ ഇത്രയൊക്കെ കേട്ടത്
താൻ ഇവിടെ വിളിച്ചത് കൊണ്ട് മാത്രം. എന്നിട്ടും പാവം ഒന്നും മിണ്ടാതെ ദിവ്യയുടെ വായിലിരിക്കുന്നത് മുഴുവനും കേട്ടു. കാവ്യയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നി. നിരാശയോടുകൂടി കാവ്യ ജയ്യെ ഒന്ന് നോക്കി. പിന്നെ ഒരു കാര്യം കൂടി. ഇറങ്ങാൻ ഒരുങ്ങിയപ്പോൾ വീണ്ടും ദിവ്യ പറഞ്ഞു, അച്ഛനോട് ഞാൻ നിന്നെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇന്നു മുതൽ എൻ്റെ അച്ഛൻ്റെ മനസ്സിൽ നീ ഉണ്ടാക്കിയ സ്ഥാനമുണ്ടല്ലോ, അതുകൂടി ഞാൻ അങ്ങ് ഇല്ലാതാക്കിക്കോളാം. അത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നീയായിട്ട് അതിനൊരു അവസരം ഉണ്ടാക്കി തന്നതിന് താങ്ക് യു. മനസ്സിലായോ? ദിവ്യ ജയ്യെ നോക്കി പറഞ്ഞു. അതിനും അവൻ ഒന്നും മിണ്ടിയില്ല. നിന്നെപ്പോലൊരുത്തനൊക്കെ എന്ത് കണ്ടിട്ടാണോ എൻ്റെ അച്ഛൻ? പറഞ്ഞിട്ട് കാര്യമില്ല. സ്നേഹം എൻ്റെ അച്ഛൻ്റെ ഒരു വീക്ക്നെസ്സാണ്. ആ വീക്ക് പോയിൻ്റ് ആയിരിക്കും നീ പിടിച്ചത് അല്ലേ? ദിവ്യ ജയ്യോടായി ചോദിച്ചു. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിർത്താൻ ഉദ്ദേശമില്ലേ? ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ഞാൻ പോവാണെന്ന് പറഞ്ഞ് 2 തവണയായി ഇറങ്ങുന്നു. ഒന്ന് നിർത്തിയാൽ എനിക്ക് പോവായിരുന്നു. പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ലേ? ദിവ്യ നിർത്താൻ പോകുന്നില്ല എന്ന് തോന്നിയതുകൊണ്ട് ജയ് ചോദിച്ചു. പിന്നെ എനിക്ക് പറയാനുള്ളത് കേട്ടിട്ടേ നിർത്തുള്ളൂ എന്ന് നിർബന്ധമുണ്ടെങ്കിൽ ഞാൻ പറയാം. ഇത്രയൊക്കെ പറയാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? ജയ് വളരെ സൗമ്യമായി തന്നെയായിരുന്നു ദിവ്യയോട് ചോദിച്ചത്. പിന്നെ തെറ്റ് ചെയ്തില്ലേ എന്ന് ചോദിച്ചാൽ അത് ഞാനല്ല, തൻ്റെ ചേച്ചിയാണ്. ആ തെറ്റിന് താനെന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്നേ? കാവ്യയ്ക്ക് നേരെ വിരൽ ചൂണ്ടി ജയ് പറഞ്ഞു. കാവ്യ ശരിക്കും ഒന്ന് നെട്ടി. വീട്ടിലാരുമില്ലാത്ത സമയം നോക്കി എന്നെ വിളിച്ചു വരുത്തിയത് അവളാണ്. അവളാണ് ആ തെറ്റ് ചെയ്തത്. അതിന് താൻ എന്തിനാ എന്നെ പറയാൻ നിൽക്കുന്നേ? എൻ്റെ സ്വന്തം പെങ്ങളാണ് അങ്ങനെ ചെയ്തതെങ്കിൽ താനിപ്പോൾ പറഞ്ഞ അതേ വാക്കുകൾ തന്നെയായിരിക്കും ഞാനും അവളോട് പറയാം. അത് തെറ്റാണ് എന്നുള്ള ബോധം അവൾക്ക് വന്നിട്ടില്ലെങ്കിൽ അത് അവളുടെ കുറ്റമാണ്, അല്ലാതെ എൻ്റെ കുറ്റമല്ല. വീട്ടിലാരുമില്ലാത്ത സമയം നോക്കി ഒരു പുരുഷനെ വിളിച്ച് കയറ്റുന്നതിനോട് യോജിക്കാൻ മാത്രമുള്ള ചിന്താഗതിയൊന്നും എനിക്കില്ല. കാവ്യ നിർബന്ധിച്ചപ്പോൾ വീട്ടിൽ കയറി എന്നൊരു തെറ്റ് ഞാൻ ചെയ്തു, അത് ഞാൻ സമ്മതിക്കുന്നു. കാരണം എൻ്റെ മനസ്സിൽ വേറൊരു ദുരുദ്ദേശം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ വീട്ടിൽ കയറിയത് എന്ന് കരുതി എല്ലാവരും അങ്ങനെ ആവണമെന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ കാവ്യ ചെയ്ത തെറ്റിനെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കില്ല. കാവ്യ ചെയ്ത തെറ്റ് തന്നെയാണ്. കാരണം എനിക്കുമുണ്ട് വീട്ടിൽ 4 പെങ്ങന്മാർ. അതുകൊണ്ട് അമ്മയും പെങ്ങളെ തിരിച്ചറിയാത്തവനൊന്നും അല്ല ഞാൻ. കാവ്യ ചെയ്ത തെറ്റിന് ന്യായീകരിക്കാനും ഞാനില്ല. പക്ഷേ അതിന് താൻ എന്നെക്കുറിച്ച് പറയുന്ന വാചകങ്ങളുണ്ടല്ലോ, അതാ എനിക്ക്. ജയ് അല്പമൊന്ന് നിർത്തി. ദിവ്യയ്ക്ക് മറുപടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പണത്തിൻ്റെ അഹങ്കാരം ഉണ്ടല്ലോ, അത് നീക്ക് അഹങ്കരിക്കാൻ അത്രയും ഉണ്ട്, അഹങ്കരിച്ചോളൂ, പ്രശ്നമില്ല. പക്ഷേ എന്ത് കരുതി ഈ പാവപ്പെട്ടവർക്ക് ആത്മാഭിമാനം പാടില്ല എന്നുണ്ടോ? എന്തിനാ ഇത്രയ്ക്കങ്ങ് പറയുന്നേ? ലോകത്തിലുള്ള എല്ലാവരും നിങ്ങളുടെ പണം മോഹിച്ച് ജീവിക്കുന്നവരാണെന്നുള്ള ചിന്താഗതി ഉണ്ടല്ലോ, അതൊന്നും മാറ്റിക്കൂടെ? ഞാനേ അധ്വാനിച്ച് ജീവിക്കുന്ന ചെറുപ്പക്കാരനാണ്. ഞാനിവിടെ വന്നതും കാവ്യാണ് ഇവിടെ വിളിച്ചത് എന്നറിഞ്ഞതുകൊണ്ടല്ല. എനിക്ക് വന്ന ഒരു ഡെലിവറി ഞാനിവിടെ കൊണ്ടുവന്നു. അതെൻ്റെ ജോലിയാണ്. ആ ജോലിയുടെ ഭാഗമായിട്ട് മാത്രമാണ് ഞാൻ വന്നത്. ഇവിടെ എത്തിയപ്പോൾ കാവ്യയെ കണ്ടു, അത്രയേ ഉള്ളൂ. അല്ലാതെ താൻ കരുതുന്ന പോലെ ഞാൻ വന്നതല്ല. ഞാൻ ജോലിയെടുത്ത് അന്തസ്സായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. ഈ നാട്ടിലെ സാധാരണക്കാർക്ക് അന്തസ്സായിട്ട് ജീവിക്കാൻ പാടില്ലേ? എന്തുകൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ളവരെക്കുറിച്ച് നിങ്ങൾ ഇങ്ങനെ തന്നെ ചിന്തിക്കുന്നത്? അന്ന് നിൻ്റെ അമ്മയും ഇത് തന്നെയാണ് എന്നോട് പറഞ്ഞത്. ഈ പണക്കാരി പെണ്ണിനെ കണ്ടുപിടിച്ച് അവളുടെ പണം കണ്ട് ജീവിക്കാനുള്ള ഒരു മോഹം എന്തായാലും എനിക്കില്ല. അതിൻ്റെ ആവശ്യവും എനിക്കില്ല.
ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്നില്ല എൻ്റെ സന്തോഷം. ഞാൻ പറഞ്ഞല്ലോ, തൻ്റെ ചേച്ചി ചെയ്തത് തെറ്റാണ്. ആ തെറ്റിനെ ഒരിക്കൽ ന്യായീകരിക്കാൻ എനിക്ക് പറ്റത്തുമില്ല എന്ന് കരുതി തൻ്റെ വാലിരിക്കുന്നത് മുഴുവൻ ഞാൻ കേൾക്കേണ്ട ആവശ്യം എനിക്കുണ്ടോ? അതും ചെയ്യാത്ത തെറ്റിന്. പിന്നെ ഇനി ഒന്നുകൂടി പറയാം, വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ കുറച്ചെങ്കിലും സൂക്ഷിക്കുക. പറയുന്നവന് എല്ലില്ലാത്ത നാവായതുകൊണ്ട് എന്ത് വേണമെങ്കിലും പറയാം. കേൾക്കുന്നവന് അതത്ര സുഖമുള്ള കാര്യമല്ല. പറഞ്ഞല്ലോ, പണത്തിൻ്റെ അഹങ്കാരമാവാം, അത് പ്രശ്നമല്ല. പക്ഷേ പാവപ്പെട്ടവന് ആത്മാഭിമാനമില്ല എന്ന് തോന്നരുത്. എന്തായാലും ഞാൻ ഇറങ്ങാണ്. അപ്പോഴും നിരാശയോടെ നിൽക്കുകയായിരുന്നു കാവ്യ. ജയുടെ ആ കുറ്റപ്പെടുത്തൽ കാവ്യയ്ക്ക് വല്ലാത്തൊരു വേദന തന്നെയായിരുന്നു സമ്മാനിച്ചത്. ജയ് കാവ്യയെ ഒന്ന് നോക്കി. കാവ്യ, നീ ചെയ്തത് തെറ്റാണ്. അതിനി എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും ആ തെറ്റിനെ ന്യായീകരിക്കാൻ ഞാൻ തയ്യാറല്ല. കാരണം ഞാനൊരു സഹോദരനാണ്. എനിക്ക് എൻ്റെ വീട്ടിൽ 4 പെങ്ങന്മാരുണ്ട്. വീട്ടിൽ ആരുമില്ലാത്ത സമയം നോക്കി ഒരു പുരുഷനെ എൻ്റെ ഏതെങ്കിലും ഒരു പെങ്ങൾ വീട്ടിൽ വിളിച്ച് കയറ്റിയാൽ അതിനെ അംഗീകരിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഞാനൊരു സാധാരണക്കാരനാണ്. തെറ്റ് തെറ്റ് തന്നെയാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് ഒരു സഹോദരൻ്റെ കടമയാണ്. അതുകൊണ്ട് എനിക്ക് നിന്നെ ന്യായീകരിക്കാൻ പറ്റില്ല കാവ്യ. മേലിൽ ഇത് ആവർത്തിക്കരുത്. നീ എന്നെ ഒരു സഹോദരനായിട്ട് കാണുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. ഒരിക്കലും ഈയൊരു തെറ്റ് ആവർത്തിക്കരുത്. വീട്ടിൽ ആരുമില്ലാത്ത സമയം നോക്കി ഒരു പുരുഷനെ എന്തിൻ്റെ പേരിലാണെങ്കിലും വീട്ടിൽ വിളിച്ച് കയറ്റാൻ ശ്രമിക്കരുത്. മനസ്സിലായോ? കാവ്യ ഒന്നും മിണ്ടിയില്ല. അവൾ തല താഴ്ത്തുക മാത്രം ചെയ്തു. എന്നാൽ ശരി, ഞാൻ ഇറങ്ങാണ്. അപ്പോഴും ദിവ്യയ്ക്കും ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ദിവ്യയുടെ മുഖം നോക്കി ജയ് ഒരു കാര്യം കൂടി പറഞ്ഞു. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു താൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ. പ്രത്യേകിച്ച് കാവ്യ ചെയ്ത തെറ്റിനെക്കുറിച്ച് താൻ പ്രതികരിച്ച രീതി, അതെനിക്കിഷ്ടപ്പെട്ടു. ഒരു സഹോദരി ചെയ്യേണ്ടത് രീതി തന്നെയാണ് താൻ ചെയ്തത്. പക്ഷേ ഈ പണക്കാർക്കുള്ള പുച്ഛഭാവം ഒന്ന് കുറച്ചാൽ മതി. പാവങ്ങളോട് തോന്നുന്ന ഈ പുച്ഛഭാവം ഉണ്ടല്ലോ, അതൊന്ന് കുറച്ചാൽ മതി. ബാക്കി താൻ പറഞ്ഞതൊക്കെ കറക്റ്റാണ്. ദിവ്യയോട് അതും പറഞ്ഞ് അവൻ അവിടെ നിന്നിറങ്ങി. ജയ് പോകുന്നതും നോക്കി ദിവ്യയും കാവ്യയും നിന്നു. ജയ് പോയി കഴിഞ്ഞതിന് ശേഷം ദിവ്യ കാവ്യയെ ഒന്ന് നോക്കി. ഞാൻ വിചാരിച്ചത്ര മോശക്കാരനല്ലവൻ. കുറച്ച് ബുദ്ധിയൊക്കെയുണ്ട്, നിന്നെ പോലെ പൊട്ടിയല്ല. ഇതും പറഞ്ഞ് അവൾ അകത്തേക്ക് കയറിപ്പോയി. കാവ്യ ശരിക്കും കരയുകയായിരുന്നു. ജയ് കൂടി തന്നെ കുറ്റപ്പെടുത്തിയതിൻ്റെ സങ്കടമായിരുന്നു അവൾക്ക്. അപ്പോഴേക്കും കാവ്യയുടെ ഫോൺ ബെല്ലടിച്ചു. എടുത്തപ്പോൾ കാവ്യയുടെ ഫ്രണ്ടായിരുന്നു ഫോണിൽ. ഡി, എന്തായി എന്നവൾ ചോദിച്ചു. എന്താവാൻ, ഞാൻ നാണം കിട്ടു. നീ കരയാണോ? ഫ്രണ്ട് ചോദിച്ചു. പിന്നല്ലാണ്ട്, എന്നെ നാണം കെടുത്തി. ദിവ്യ വന്നു. എന്നിട്ട് എന്താ, അവൾ വായിൽ തോന്നൊക്കെ വിളിച്ചു പറഞ്ഞു. അയ്യോ, എന്നിട്ട് എല്ലാം കേട്ട് ഏട്ടൻ കുറച്ചു നേരം നിന്നു. അവസാനം എന്നെയും കുറ്റം പറഞ്ഞിട്ടും ഏട്ടനും പോയി. നിന്നെ കുറ്റം പറഞ്ഞിട്ട് പോയെന്നോ? ഞാൻ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞു. എന്നുവെച്ചാ വീട്ടിലാരും ഇല്ലാത്ത സമയം നോക്കി ഏട്ടനെ വിളിച്ചത് തെറ്റാണെന്നും പറഞ്ഞു. അയ്യോ, അങ്ങനെ പറഞ്ഞോ? ആ, പറഞ്ഞു. എടീ, അവനപ്പോൾ ശരിക്കും നിന്നെ പെങ്ങളായി കണ്ടു തുടങ്ങി എന്നാ നീ മനസ്സിലാക്കണ്ടേ. അതിന് കരയാ. ഞാനിപ്പോൾ നാണം കെട്ടില്ലേ? ഏട്ടൻ്റെ മുന്നിൽ പോലും എൻ്റെ വില അങ്ങ് പോയില്ലേ? ഏട്ടൻ എന്നെക്കുറിച്ച് എന്ത് വിചാരിച്ച് കാണും?
എടീ, അത് കുഴപ്പമില്ല, നമുക്ക് പറഞ്ഞ് ശരിയാക്കാം. എന്തായാലും നിന്റെ അച്ഛൻ വെറുതെയല്ല അവനെ പിടിച്ച് സ്വന്തം മകനാണെന്ന് പ്രഖ്യാപിച്ചത്. ആള് അത്രയ്ക്ക് ബുദ്ധിയുള്ളവനാ, നല്ല പക്വതയും അല്ലേ? ഞാനോ ഇപ്പം നാണം കെട്ടത്? അത് നീ മനസ്സിലാക്കാതെ. എടി കുഴപ്പമില്ല, ഇങ്ങനെ ഒരുത്തനാവുമ്പോൾ നമുക്ക് കാര്യങ്ങൾ ഈസിയായി കൊണ്ടുപോകാൻ പറ്റും. നീ എന്തായാലും ഏട്ടനെ വിടാതെ പിടിക്ക്. നിന്റെ കാര്യങ്ങൾ നിനക്ക് നടക്കണ്ടേ? ഈ ഞാൻ പറയുന്നതൊക്കെ ഏട്ടൻ കേൾക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതൊക്കെ കേൾക്കും, അതൊക്കെ പറ്റും, അതൊന്നും പ്രശ്നമല്ല. എടി, വിചാരിച്ച പോലെ നടന്നില്ലെങ്കിലോ? ഏട്ടൻ്റെ മുന്നിൽ ഞാൻ വെറും ഛേ. എടിയോ, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതിനെക്കുറിച്ച് പറയണ്ട, ആലോചിക്കുകയും വേണ്ട. നിന്റെ ആവശ്യം നടക്കണമെങ്കിൽ നിനക്കവനെ പിടിച്ചേ പറ്റുള്ളൂ, വേറെ വഴിയില്ല. എന്നാലും ഞാൻ ഇനി എന്ത് പറഞ്ഞാ ഏട്ടനെ വിളിക്കുക? അതൊക്കെ നമുക്ക് വിളിക്കാന്നേ. ചെയ്തു പോയത് തെറ്റാണെന്നും പറഞ്ഞ് 1000 സോറി പറഞ്ഞാൽ തീർന്നു പോകുന്ന പ്രശ്നമേ ഉള്ളൂ, അത്രേ വേണ്ടുള്ളൂ. ഇരിക്കുക, നീ ഇപ്പോൾ സമാധാനമായിട്ടിരിക്കുക, വെറുതെ അതും ഇതും ആലോചിക്കണ്ട. നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടത്താൻ നമ്മളെക്കൊണ്ട് പറ്റും. കൂട്ടുകാരി കാവ്യയെ ഉപദേശിച്ചു. ഏട്ടൻ എൻ്റെ ഫോൺ എടുക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതൊക്കെ എടുക്കുന്നേ. ആളെന്തായാലും പാവാണെന്ന് കൂടി തോന്നുന്നു നീ പറയുന്നത് കേട്ടിട്ട്. എന്തായാലും നമുക്ക് പറ്റും. എടീ, എന്നാലും ഏട്ടൻ എന്നെ തെറ്റിദ്ധരിച്ചില്ലേ? എടീ, അതൊക്കെ ഒരു സഹോദരിയുടെ തെറ്റായിട്ട്, അറിവില്ലായ്മയായിട്ട് അവനെ കാണും. അതൊക്കെ ആ രീതിയിൽ നമുക്ക് പറഞ്ഞൊപ്പിക്കാൻ പറ്റും. നീ ഇപ്പോൾ കൂടുതലൊന്നും ആലോചിക്കണ്ട. ഒന്ന് പാളിപ്പോയെന്നല്ലേ ഉള്ളൂ. നീ കൂടെ കൂടെ വിളിച്ചുകൊണ്ടേയിരിക്കും, സംസാരിച്ചുകൊണ്ടേയിരിക്കും. നിനക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവുന്ന ആ ഒരവസ്ഥയിൽ ആളെ കൊണ്ടെത്തിക്കണം. അവിടെയാണ് നിൻ്റെ മിടുക്ക്. നീ പറഞ്ഞ എന്തും അനുസരിക്കുന്നൊരവസ്ഥ, അത്രത്തോളം സ്നേഹം നീ കാണിക്കണം. എങ്കിലേ നീ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുള്ളൂ. എടി, ഇതൊക്കെ നടക്കുമോ? എടി, നടക്കുന്നേ. ഇതിനേക്കാൾ നല്ലൊരു അവസരം നിൻ്റെ ജീവിതത്തിൽ എനിക്ക് വേറെ കിട്ടാനില്ല. ദൈവമായിട്ട് കൊണ്ടുവന്ന ഒരു പിടിവള്ളി അവൻ. എടി, നീ ശരിക്കും പിടിച്ചോ, വേറെ ഒന്നും ആലോചിക്കണ്ട. ഇപ്പം ഞാൻ എന്തായാലും ഫോൺ വയ്ക്കാം. ഓക്കെ? ആ, ഓക്കെ ഡേ. കാവ്യ കോൾ കട്ട് ചെയ്തു. ഏട്ടനോട് എന്ത് പറഞ്ഞാൻ? സോറി പറഞ്ഞതുകൊണ്ട് ഇവൾ വിചാരിക്കുന്നപ്പോൾ നടക്കുമോ? ഏട്ടനോട് അങ്ങനെ പറയാൻ പറ്റുമോ? ഏട്ടൻ എന്നെ കേൾക്കുമോ? ഇനി എന്നെ വിശ്വസിക്കുമോ? എന്താ ചെയ്യാം? ശരിക്കും പൊട്ടത്തരാ ചെയ്തത്. ഇത്രയും വലിയൊരു പൊട്ടത്തരം ചെയ്യേണ്ടിയിരുന്നില്ല. തിരിച്ച് യാത്രയിലായിരുന്നു ജയ്. അപ്പോഴേക്കും ജയുടെ കോൾ ബെല്ലടിച്ചു. വണ്ടി സൈഡാക്കി അവൻ കോൾ അറ്റൻഡ് ചെയ്തു. മീനുവായിരുന്നു ഫോണിൽ. ഹലോ. ഹലോ, എന്തു പറ്റി? ഹലോ, തിരക്കിലാണോ? ഇല്ല, ഞാൻ ഡെലിവറി കഴിഞ്ഞ് വരുന്ന വഴിയാ. എന്താ ഇപ്പം എന്താ വിളിച്ചേ? അങ്ങനെ ചോദിച്ചാ എനിക്കെന്തോ ഈ ശബ്ദം ഒന്ന് കേൾക്കണമെന്ന് തോന്നി, ഒന്ന് സംസാരിക്കണമെന്ന്. ആയിക്കോട്ടെ, പറഞ്ഞോളൂ. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ ചോദിച്ചാൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, എന്നാലും എന്തൊക്കെയോ പറയണമെന്നുണ്ട് എനിക്ക്. ഞാൻ എന്നെക്കുറിച്ച് മുഴുവനായിട്ട് പറയുന്നതിന് മുമ്പല്ലേ ഇയാളങ്ങ് ക്ഷീണിച്ച് വീണു പോയത്. അതുകൊണ്ട് എനിക്ക് മുഴുവനായിട്ട് പറയാനും പറ്റിയില്ലല്ലോ. ബാക്കി കൂടി പറയാൻ എനിക്ക് വല്ലാണ്ടൊരു കൊതി. എപ്പോഴാണ് ഇയാൾ എന്നെ ഒന്ന് കേൾക്കുക? മീനു ചോദിച്ചു. ഞാൻ പറഞ്ഞല്ലോ, രാത്രി വിളിക്കാം ഞാൻ, അപ്പോൾ പറഞ്ഞാൽ മതി. ഇപ്പോൾ പിന്നെ പറഞ്ഞല്ലോ ജോലിക്കിടയിൽ. രാത്രി അവൻ ഇനിയും ഒരുപാട് സമയമില്ലേ? അത്രയും നേരം ഞാൻ വെയിറ്റ് ചെയ്യണോ? എന്നാൽ പിന്നെ താഴെ ഇരിക്കുന്ന അമ്മയോട് ചെന്ന് പറയും, അപ്പോൾ പിന്നെ പ്രശ്നം തീർന്നില്ലേ? അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ദേ,
വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. മീനുവിന് അവൻ്റെ ആ ചോദ്യം തീരെ ഇഷ്ടപ്പെട്ടില്ല. ഒന്ന് പോ, വെച്ചിട്ട് പോ. അവൾ അതും പറഞ്ഞ് കോൾ കട്ട് ചെയ്തു. ഹലോ. എൻ്റെ അമ്മോ, മൂക്കിൻ്റെ കുടിയിലായി ഇവൾക്ക് ദേഷ്യം. മുൻകോപം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവളെപ്പോലൊരു ദേഷ്യക്കാരിയെ അവൻ എങ്ങനെയാ ഇത്രത്തോളം അടക്കി ഭരിച്ചതെന്നാ ഞാൻ ആലോചിക്കുന്നത്. വല്ലാത്തൊരു സംഭവം തന്നെ. മീനുവിൻ്റെ ഈ ദേഷ്യം ജയ് എത്ര നാൾ സഹിക്കും? മീനു കരുതുന്നത് പോലൊരു സ്നേഹം ജയ്ക്ക് മീനുവിനോടുണ്ടാകുമോ? ബാക്കി കഥ അറിയാൻ ആഗ്രഹിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.